അന്ന് ആ സൈന്യത്തിലുണ്ടായിരുന്ന ഈ ഹമാമ എന്ന സ്ത്രീ അവർ യുദ്ധ തടവുകാരിയായിട്ട് മക്കയിൽ പിടിക്കപ്പെടുകയാണ്. അവർ വർഷങ്ങൾക്ക് ശേഷം അറേബ്യയിൽ ഉണ്ടായിരുന്ന അടിമയായ റബാഹ് എന്നൊരു യുവാവിനെ വിവാഹം കഴിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 10 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞ് പിറക്കുന്നുണ്ട്, ബിലാൽ. ഉമ്മയും ഉപ്പയും അടിമയായതുകൊണ്ട് തന്നെ ജന്മനാ അവൻ അടിമയായി തന്നെയാണ് ജനിക്കുന്നത്. കറുകറുത്ത നിറം, കണ്ണുകൾ കാപ്പി നിറത്തിലുള്ളതായിരുന്നു, വലിയ ഇടതൂർന്ന് താഴേക്കിറങ്ങിയ മുടി, അവിടെയും ഇവിടെയായിട്ട് പറ്റിക്കിടക്കുന്ന താടി രോമങ്ങൾ. നല്ല ആരോഗ്യദൃഢഗാത്രനായ ആ യുവാവിനെ ഇബ്നു സൗദ, കറുത്ത പെണ്ണിന്റെ മകനെ എന്നായിരുന്നു എല്ലാവരും വിളിപ്പേരിട്ട് വിളിച്ചിരുന്നത്. ആദ്യകാലം മുതലേ ഇങ്ങനെ അപഹാസ്യത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ജീവിത വഴികളിലൂടെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു നന്നേ ചെറുപ്പത്തിൽ തന്നെ നടന്നു തുടങ്ങുന്നത്.